നമുക്കിന്ന് ബീറ്റ്റൂട്ട് കൃഷി ചെയ്താലോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ബീറ്റ്റൂട്ടിൻ്റെ മോൾ ഭാഗം ഇതുപോലെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പം മുളച്ച് നിൽക്കുന്ന ബീറ്റ്റൂട്ടിനെ അതിൻ്റെ മോൾവശം കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഇത്രയും ഭാഗം മതിയാകും. ബാക്കി ഭാഗം നമുക്ക് കൂട്ടാനും വയ്ക്കാം. കട്ട് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അത് മണ്ണിൽ കുഴിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന് പെട്ടെന്ന് ചീച്ചിലുണ്ടാകും. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ മണ്ണിട്ട് വെച്ചിട്ട് നല്ലപോലെ വളവും സാധാരണ മണ്ണും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇതുപോലെ നട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ മോൾവശം കുറച്ച് ഭാഗം നിർത്തിയിട്ട് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് വയ്ക്കുക. എന്നിട്ട് നനച്ചു കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. വേഗം തന്നെ അത് മുളയ്ക്കുകയും ചെയ്യും. കൂടുതലധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തളിച്ചു കൊടുക്കണം. അത് നോക്കി എൻ്റെ സുന്ദരിയായ ബീറ്റ്റൂട്ട് കുഞ്ഞനെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി അതിൻ്റെ ഇല കാണാൻ. നമുക്ക് കായ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല, ബീറ്റ്റൂട്ട് ഉണ്ടാകുമോ എന്നറിയത്തില്ല. ഞാനിപ്പോൾ പരീക്ഷിച്ച് നോക്കുകയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഇലയെടുത്ത് തോരൻ വയ്ക്കാം. എന്താ, അതുപോലെ നമുക്ക് ചെയ്തുകൂടെ? നമ്മൾ എന്തായാലും ഇത് മുറിച്ച് കളയുന്നത് ഭാഗമാണ്.